I, on behalf of Dubai Film Club, would like to welcome you all to the official launch of DFC and the switch-on ceremony of Hey Bhai Idhar Dubai. Well, a little bit about Dubai Film Club. That's what we represent. It was formed on a spark of thought to offer a platform for performing artists who were seeking one. If you ask me why I joined Dubai Film Club, that was the reason. That we might be involved in our professions, but this is one platform which gives to express ourselves, express our creative talents. So actors, singers, writers, directors, that is what DFC constitutes all about. It is their passion, that is why they are here. And it was started in July 2010 with just 2 members. Just by word of mouth, it spread slowly, and through social networking websites, and slowly it's grown up to 20 to 25 members as of now. Well, this gives an opportunity to all our members to take part in our projects, and that is what it is favored. I mean, who are members, they are given the opportunity definitely to act in television serials, movie shoots, or any other forms of expressing creative talents. So people from all languages, as of now it's India. It's not only a Malayali club, it welcomes people from all origins and all backgrounds, though as of now it's only India, as I said earlier. But language and culture, as they say, it doesn't have any barrier. Creativity doesn't have any barrier. So we welcome, in fact, people from all nationalities and background, and not many people have shown interest to join and be a part of our group. I won't take much of your time and would like to invite our director, our leader, Mr. Rex George, to tell us more about DFC and our launch of the first launch of the TV serial. So, Mr. Rex, please. Thank you, Shekhar. Thank you, everybody. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയ IMF ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും DFCയുടെ പേരിൽ ഹാർദവമായ സ്വീകരണം, സ്വാഗതം, നന്ദി. ദുബായ് ഫിലിം ക്ലബ് എന്നൊരു ക്ലബ്ബ് ഞാൻ രൂപീകരിക്കാനായിട്ട് ചിന്ത വന്നത് സിനിമയെ തന്നെ മുൻനിർത്തിയും സിനിമ സ്വപ്നം കണ്ടിട്ടും തന്നെയാണ്. സിനിമയിലേക്ക് തിരിച്ചു പോകുവാൻ വേണ്ടി എൻ്റെ ആദ്യ കാൽവയ്പ് 1990 ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു. അത് A സെൻറ്ററിൽ മാത്രമേ ഓടിയുള്ളൂ, ബിയിലും സിയിലൊന്നും പോയില്ല. അത് കഴിഞ്ഞ് ഒരു ദീർഘനാളിൻ്റെ വനവാസം ആയിരുന്നു ദുബായിൽ. ഇവിടെ I was involved in advertising films and many other things, and that was my activities here. അപ്പോൾ മനസ്സിൻ്റെ ഉൾവിളി അതാണ് എന്നെ ഇതിലോട്ട് പ്രേരിപ്പിച്ചത്. നിനക്ക് സിനിമ ചെയ്യാൻ സമയമായി എന്നൊരു ഉൾവിളി എവിടെന്നോ ഏത് സമയത്തോ എനിക്ക് കിട്ടി. അതിൻ്റെ ഒരു ചുവട് വെപ്പെന്നോണം ഞാൻ പ്രൊഡ്യൂസറെ അന്വേഷിച്ചില്ല, ഫിനാൻസറെ അന്വേഷിച്ചില്ല. ഞാൻ ആദ്യം അന്വേഷിച്ചത് ഒരു കൂട്ടായ്മയാണ്. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഫെലോഷിപ്പ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇത്രയും നാളത്തെ കാലയളവിൽ ഒരു കലാരൂപം ചെയ്യാൻ കഴിയാതെ വന്നതിൽ, അതിനിടയ്ക്ക് ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കൈരളി പീപ്പിളിൽ എൻ്റെ ഒരു ടോക്ക് ഷോ നടക്കുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് സർവൈവേഴ്സ് ഓഫ് ദ സ്റ്റോം. അത് 12 എപ്പിസോഡ് ഒരു വർഷം കഴിഞ്ഞ് 2009 മുതൽ 2000 ഡിസംബർ വരെ അത് ഓരോ മാസവും ഓരോ എപ്പിസോഡായിട്ട് അത് പോയിരുന്നു. ഇറ്റ് ഈസ് അബൌട്ട് റിസഷൻ. അതാണ് സർവൈവേഴ്സ് ഓഫ് ദ സ്റ്റോം. സ്റ്റോം മീൻസ് റിസഷൻ. റിസഷനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന മലയാളി കമ്പനികളെ പറ്റിയായിരുന്നു അതിൻ്റെ അവലോകനം. അതിൻ്റെ പ്രൊഡ്യൂസറും പ്രസൻറ്ററും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വേറെ 2-3 ടോക്ക് ഷോയുടെ പണിപ്പുരയിലാണ്. അപ്പോൾ ഇത്രയും നാളത്തെ കാലയളവിൽ ഒരു കലാരൂപം ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു നിരാശാബോധം അല്ലെങ്കിൽ ഒരു നഷ്ടബോധം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, ഒരു കലാകാരൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും.
അത് ചിലർ പറയും അവൻ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, അവൻ സിനിമ ഭ്രാന്തനാണെന്നൊക്കെ പറയും. ഞാനെല്ലാം സമ്മതിക്കും. അതുപോലെ എന്നെപ്പോലെ ഒരു തട്ടകം കാത്തിരിക്കുന്ന ആളുകൾ ഈ ദുബായിക്കകത്ത് ഉള്ളതായിട്ടും പലരെയും ഞാൻ മീറ്റ് ചെയ്യുന്നതിൽ, ഞാൻ ഒരു ദിവസം 10-25 പേര് ഒരു ദിവസം എങ്ങനെയെങ്കിലും യാദൃച്ഛികമായിട്ട് മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിൽ എല്ലാ തരത്തിലുള്ള ആളുകളും പെടും. അപ്പോൾ കലാകാരന്മാരിവിടെ ഉണ്ട്, നാട്ടിൽ പല കലാരൂപങ്ങൾ ചെയ്തവരിവിടെ ഉണ്ട്, അവർക്ക് അവസരങ്ങൾ നിന്നുപോയപ്പോൾ ഇവിടെ വന്ന് വേറെ പല ജോലി ചെയ്യുന്നവരുണ്ട്, പിന്നെ പുതുതായി കാലുവയ്ക്കുന്നവരുണ്ട്. ദേ ആർ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. അപ്പം ഇങ്ങനെയുള്ളവരെ ഒന്ന് സമന്വയിപ്പിച്ച് ഒരു ക്ലബ് കോൾഡ് ദുബായ് ഫിലിം ക്ലബ് എന്ന് രൂപീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. വേർഡ് ഓഫ് മൗത്ത്, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഹു വിൽ കം ഓൺ ബോർഡ് ടു ടോക്ക് അബൌട്ട് ദി ഫിലിംസ് ആൻഡ് ദി ക്രിയേറ്റീവ് ആർട്സ്. ഇതിൽ ഞങ്ങൾ 2 പേരായിട്ട് തുടങ്ങി. ബ്ലൂ ഓഷ്യൻ അക്കാഡമി ഞങ്ങൾക്ക് സ്ഥലം തന്നു എല്ലാ ആഴ്ചയും മീറ്റ് ചെയ്യാൻ. സോ എവറി വീക്ക് വി മെറ്റ് there, and every week we had acting workshops going on there. ഞങ്ങൾ 24 കഥകൾ പ്ലാൻ ചെയ്തു. 24 കഥകളും ഞങ്ങളുടെ മെമ്പേഴ്സിനെ കൊണ്ട് തന്നെ പറയിക്കുക. അതിൽ നല്ല കഥകൾ ഞങ്ങൾ എടുക്കുക. ആ കഥകളിൽ നിന്നുണ്ടാകുന്ന സ്ക്രിപ്റ്റ് ഞങ്ങളെ കൊണ്ട് തന്നെ, ആൾക്കാരെ കൊണ്ട് തന്നെ എഴുതിക്കുക, ഞങ്ങൾ തന്നെ സംവിധാനം ചെയ്യുക, ഞങ്ങൾ തന്നെ അഭിനയിക്കുക. ഇത് എൻ്റെ അറിവിൽ ഇത് ആദ്യമായ ഒരു സംരംഭമാണ് ഞാൻ ഈ ചെയ്യുന്നത്. വളരെ ഹമ്പിളായിട്ടുള്ള ഒരു തുടക്കമാണ്. ഇതിന് പുറകെ ഐ എം ഷുവർ there will be many producers coming behind me, and there will be a parallel television industry which will take place in another 5 years' time among the Malayali crowd. Do you all agree with me, sir? അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള. അപ്പോൾ ഞങ്ങൾ 2 പേരായിട്ട് തുടങ്ങി, ഇപ്പോൾ 20 പേരായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജോലിയിലെ ഓരോ ആവശ്യങ്ങളായിട്ട് പലരും പല സ്ഥലത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരാരും കാണാത്തത് ഇവിടെ. ബട്ട് അഗെയിൻ ഇഫ് ദേ ആർ ഗിവൺ എ റോൾ ആൻഡ് ചാൻസ് ദേ ആർ ഡെഫിനറ്റ്ലി ദേർ. പ്ലസ് ഞങ്ങളുടെ ഈ ക്ലബിൻ്റെ അകത്തുള്ളത് മലയാളികൾ മാത്രമല്ല. മലയാളം സീരിയലാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മലയാളികൾ മാത്രമല്ല, ഇതിൽ ഇംഗ്ലീഷുകാരുണ്ട്, ഇതിൽ പലസ്തീനിയൻസ് ഉണ്ട്, പോരാതെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റിലുമുള്ള ആളുകളുണ്ട്. ശേഖർ, he is from Bombay. Srini, he is from Andhra Pradesh. Priyadarshini is from Andhra Pradesh. And we have a producer who is producing Marathi films. He is from Bombay, Vishal. And there is a from Punjab. He is an actor and he is called Rohit. മലയാളികളായി സന്തോഷ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, സീരിയലും ചെയ്തിട്ടുണ്ട്. സുരേഷ്, who is a budding writer, and we encourage all those people here.